ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എപ്പിസോഡ് ആരംഭിക്കുമ്പോൾ കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. വിശാല് പ്രഭാവതിയോട് പറയുകയാണ്, ആവശ്യക്കാരന് ഔചിത്യം വേണ്ടെന്നല്ലേ അമ്മേ പറയാറ്. പാർവതിയോട് ഇവളങ്ങനെ ചോദിച്ചെന്ന് കരുതി എന്ത് സംഭവിക്കാനാ? പിന്നെ അമ്മ പറഞ്ഞ കാര്യം, ഞാൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെൺകുട്ടിക്ക് ഒരു തരത്തിലും മാനക്കേട് സംഭവിക്കാതിരിക്കാൻ നോക്കേണ്ടത് എന്റെ കടമയാണെന്ന് അമ്മ പറഞ്ഞില്ലേ? പക്ഷേ പാർവതിയും ഞാൻ വിവാഹം കഴിച്ച പെൺകുട്ടിയല്ലേ? പാർവതിക്ക് ഒരു മാനക്കേട് വരാതെ നോക്കേണ്ടത് എന്റെ കടമയല്ലേ? അതല്ലേ അമ്മേ ഞാൻ ആദ്യം ചെയ്യേണ്ടത് എന്ന് വിശാല് ചോദിക്കുമ്പോ, അത് പിന്നെ മോനെ എന്ന് പ്രഭാവതി പറയുമ്പോ ഗാർഗി പറയുകയാണ്, ചുമ്മാ വാക്കുകൾക്ക് വേണ്ടി തപ്പണ്ടമ്മേ. ബ്രോ പറഞ്ഞത് 100% ശരിയായതുകൊണ്ട് നമ്മൾ ആരും ഇതിൽ ഇടപെടണ്ട. പാർവതിയും ജാസ്മിനും കൂടി എല്ലാം തീരുമാനിക്കട്ടെ. ജാസ്മിൻ, നീ റിക്വസ്റ്റ് ചെയ്ത പാർവതി സമ്മതിക്കുമെന്നാ എനിക്ക് തോന്നുന്നത്. നീ ഒന്ന് റിക്വസ്റ്റ് ചെയ്ത് നോക്ക്. ഇത് കേൾക്കുന്ന ജാസ്മിൻ പറയുകയാണ്, ഇവളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിലും ഭേദം ഞാൻ കെട്ടി തൂങ്ങി ചാകുന്നതാണ്. ഇപ്പോ എന്താ വേണ്ടത്? ഞാൻ ഔട്ട് ഹൗസിലേക്ക് മാറണം, അത്രയല്ലേ ഉള്ളൂ. ഞാൻ മാറിക്കൊള്ളാമെന്ന് ജാസ്മിൻ പറയുന്നു. ഇത് കേൾക്കുന്ന പ്രതാപം പറയുകയാണ്, ജാസ്മിൻ നന്നായി ആലോചിച്ച് തീരുമാനമെടുത്താൽ മതി. അതിൻ്റെ അകത്തെ നിറയെ കൊതുകുകളാണ്. AC പോയിട്ട് അതിൻ്റെ അകത്തൊരു ഫാൻ പോലും ഇല്ല. അങ്കിൾ എന്തിനാ ഓരോന്ന് പറയാൻ നിൽക്കുന്നത്? അവളെന്താണെങ്കിലും അങ്ങോട്ടേക്കല്ലേ പോകാൻ പോകുന്നത്. തുടർന്ന് ജാസ്മിൻ ചോദിക്കുകയാണ്, ഔട്ട് ഹൗസിന്റെ കീ എവിടെയാ? പാർവതി അതങ്ങ് കൊടുക്കാനായിട്ട് ഗാർഗി പറയുന്നു. അങ്ങനെ പാർവതി ജാസ്മിന് നേരെ ആ താക്കോല് വെച്ച് നീട്ടുമ്പോൾ ഗാർഗി പാറുവിന്റെ കയ്യിലൊന്ന് തട്ടുകയാണ്. തുടർന്ന് ആ താക്കോല് പാറുവിന്റെ കാലിന്റെ അടുത്തേക്ക് വീഴുമ്പോൾ പ്രതാപൻ ചോദിക്കുകയാണ്, ഗാർഗി നീ ഇപ്പൊ എന്തിനാ ആ താക്കോല് തട്ടിയത്? ഞാൻ അറിഞ്ഞുകൊണ്ട് തട്ടിയതൊന്നുമല്ല, അറിയാതെ തട്ടിപ്പോയതാണെന്ന് ഗാർഗി പറയുമ്പോൾ പ്രതാപൻ പറയുകയാണ്, അല്ല, നീ മനഃപൂർവ്വം തന്നെയാ തട്ടിയത്. നീയേ അതെടുത്ത് ജാസ്മിന് കൊടുത്തേ. എന്റെ അങ്കിളെ, എനിക്ക് കുനിയാൻ വയ്യ. 3 ദിവസമായിട്ട് എനിക്ക് നടുവേദനയാണ്. ആ കീ ജാസ്മിൻ തന്നെ എടുത്തോളും. ജാസ്മിനെ, ആ കീ എടുത്തുകൊണ്ട് നീ ഔട്ട് ഹൗസിലേക്ക് പോയിക്കേ. ഇത് കേൾക്കുന്ന ജാസ്മിൻ മനസ്സിൽ പറയുകയാണ്, ഇവളിതൊക്കെ മനഃപൂർവ്വം ചെയ്തതാണ്. ഞാൻ പാർവതിയിലെ കാല് പിടിച്ചെന്ന് വരുത്തി തീർക്കാൻ വേണ്ടി. ഞാൻ എടുക്കാമെന്ന് ജിതിൻ പറയുമ്പോൾ വിശാൽ പറയുകയാണ്, വേണ്ട. പാർവതിയുടെ മുന്നിൽ ഒന്ന് തലകുനിക്കാൻ പോലും പറ്റില്ലെന്ന് പറയുന്നതേ ഇവളുടെ അഹങ്കാരമല്ലേ? ഈ കാണിക്കുന്നതൊക്കെ അഹങ്കാരത്തിന്റെ ലക്ഷണം തന്നെയാണ്. അങ്ങനെയുള്ള അഹങ്കാരികളെ എൻ്റെ ഔട്ട് ഹൗസിൽ താമസിപ്പിക്കുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. തുടർന്ന് ജിതിനും ജാസ്മിനോട് ഇപ്പോൾ ആ താക്കോൽ എടുക്കാൻ പറയുന്നു. അങ്ങനെ ജാസ്മിൻ നിലത്തേക്കിരുന്ന് ആ താക്കോൽ എടുക്കുമ്പോൾ ഗാർഗി പറയുകയാണ്, ജാസ്മിൻ പാർവതിയുടെ കാലുകൂടി തൊട്ട് വന്ദിച്ചോ, നല്ലതായിരിക്കും. ഇത് കേൾക്കുന്ന ജാസ്മിന് അന്ന് താൻ പാർവതിയെ കൊണ്ട് കാലിൽ പാദസരം അണിയിച്ച കാര്യങ്ങളൊക്കെ ഓർമ്മ വരികയാണ്. തുടർന്ന് ജാസ്മിൻ ആ താക്കോൽ എടുത്തുകൊണ്ട് അവിടെ നിന്ന് എഴുന്നേൽക്കുന്നു. അങ്ങനെ ജാസ്മിനും അവളുടെ ചേട്ടനും കൂടി ബാഗുകളൊക്കെ എടുത്തുകൊണ്ട് പോകുമ്പോൾ ചിരിച്ചുകൊണ്ട് അവരെ നോക്കി നിൽക്കുകയാണ് ഗാർഗിയും പാർവതിയും. അങ്ങനെ ആ കാഴ്ച കണ്ട് വിശാലിനും സന്തോഷമാകുന്നു. പിന്നീട് കാണിക്കുന്നത് ഔട്ട് ഹൗസിലേക്ക് ചെല്ലുന്ന ജാസ്മിൻ അവിടെയുള്ള പാത്രങ്ങളൊക്കെ എടുത്ത് പുറത്തേക്ക് ഇടുന്നതാണ്. ജാസ്മിൻ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ പറയുകയാണ്, ഇത് ഔട്ട് ഹൗസ് ആണോ അതോ ആക്രി ശേഖരിക്കുന്ന സ്ഥലമോ? ഇവിടെ വന്ന് കിടക്കാൻ ഞാൻ എന്താ പിച്ചക്കാരിയാണോ? ജാസ്മിൻ, തൽക്കാലം നീ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം. ഇവിടെ താമസിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞാലേ അവര് പറയും കൂടും കുടുക്കയും ഒക്കെ എടുത്തുകൊണ്ട് സ്ഥലം വിട്ടോളാൻ. ഇവിടെ നിന്ന് ഒരിക്കൽ ഇറങ്ങിയാലേ പിന്നെ തിരിച്ചു കയറാൻ പറ്റില്ല, നീ അത് ഓർത്തോ. ഏട്ടന് പറ്റുമോ ഒരു ദിവസം ഇതിൻ്റെ അകത്ത് കിടന്നുറങ്ങാൻ എന്ന് ജാസ്മിൻ ചോദിക്കുമ്പോൾ ജിതിൻ പറയുകയാണ്, നീ ഒരു ദിവസം പ്രതിഷേധമൊന്നുമില്ലാതെ ഇതിൻ്റെ അകത്ത് കിടന്നാലേ അവർക്ക് തന്നെ നിന്നോട് സഹതാപം തോന്നിക്കോളും. അങ്ങനെ ആ വലിയ വീട്ടിൽ നിനക്ക് താമസിക്കാനും പറ്റൂ. തുടർന്ന് പാർവതിയെ ഈ തൊഴുത്തിലേക്ക് പറഞ്ഞു വിടാനും നമ്മളെ കൊണ്ട് സാധിക്കും. ഞാനും നിന്നെ സഹായിക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ഇവിടുത്തെ മാറലേക്ക് അങ്ങ് അടിച്ചു മാറ്റാം. തുടർന്ന് ജാസ്മിനും ജിതിനും കൂടി അകത്തേക്ക് കയറിയിട്ട് അവിടെയുള്ള പാത്രങ്ങളെല്ലാം തന്നെ എടുത്ത് പുറത്തേക്ക് ഇടുകയാണ്. അപ്പോഴാണ് അതിൽ വ്യത്യസ്തമായ ഒരു രീതിയിലുള്ള ഒരു പെട്ടി ജാസ്മിൻ കാണുന്നത്. തുടർന്ന് ജാസ്മിൻ അതെടുത്ത് നോക്കിയതിനു ശേഷം ദൂരേക്ക് വലിച്ചെറിയുകയാണ്. ഇതുപോലെ ഞാൻ ആ പാർവതിയെ വലിച്ചെറിഞ്ഞിരിക്കും എന്നേക്കുമായി. പിന്നീട് കാണിക്കുന്നത് അങ്ങോട്ടേക്ക് വരുന്ന പാറു പുറത്തൊക്കെ പാത്രം കിടക്കുന്നത് കണ്ട് അമ്പരന്ന് നിൽക്കുകയാണ്. ജാസ്മിൻ, നീ എന്താ ഈ കാണിക്കുന്നത്? ഇതൊക്കെ എന്തിനാ എടുത്ത് പുറത്തിട്ടത് എന്ന് പാറു ചോദിക്കുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, പിന്നെ നീ എന്താ പറയുന്നത്? ഈ ആക്രി സാധനങ്ങളുടെ നടുക്ക് ഞാൻ കിടക്കണമെന്നോ? എന്നെ ഇങ്ങോട്ടേക്ക് പറഞ്ഞു വിട്ടപ്പോഴേ ഇതൊന്ന് വൃത്തിയാക്കാനുള്ള മര്യാദ പോലും നിങ്ങളാരും കാണിച്ചില്ലല്ലോ എന്നൊക്കെ ജാസ്മിൻ പറയുമ്പോൾ അങ്ങോട്ടേക്ക് ഗാർഗി വരികയാണ്. അയ്യോ, ജാസ്മിൻ തമ്പുരാട്ടിയുടെ കാര്യങ്ങളൊന്നും അറിഞ്ഞില്ലായിരുന്നേ. ഇനി മുതലേ സപ്രപഞ്ചം ഒരുക്കാനായിട്ട് പുറത്തുനിന്ന് ഞങ്ങൾ ആൾക്കാരെ വിളിക്കാം. തന്നെ അങ്ങ് വൃത്തിയാക്കിയാൽ മതി എന്ന് ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, നിന്നെയൊക്കെ ഞാൻ കാണിച്ചു തരുന്നുണ്ട്. നിന്റെ കാണിച്ചു തരലൊക്കെ ഈ പാർവതിയോട് നടക്കുമായിരിക്കും. പക്ഷേ അതുപോലെയല്ല ഗാർഗി. നിന്റെ അമ്മ നിനക്ക് ആദ്യമായി നാവിലുട്ടിച്ചു തന്ന പൊന്നും തേനുമൊക്കെ ഞാൻ നിന്നെ കൊണ്ട് ഛർദ്ദിപ്പിക്കും. ഇത് കേൾക്കുന്ന ജാസ്മിൻ ദേഷ്യത്തോടെ അമ്മയെ പറയുന്നു എന്ന് ചോദിച്ചുകൊണ്ട് ഗാർഗിക്ക് നേരെ കൈ ഓങ്ങുകയാണ്. ജാസ്മിന്റെ കൈ തടഞ്ഞ് ജാസ്മിന്റെ കൈ തട്ടി മാറ്റിയിട്ട് ഗാർഗി പറയുകയാണ്, ഞാൻ പറഞ്ഞതല്ല, നീ ഇതൊക്കെ എന്നെ കൊണ്ട് പറയിപ്പിച്ചതാണ്. അതെ, നീ വലിച്ചെറിഞ്ഞിരിക്കുന്ന പാത്രങ്ങളൊക്കെ ഗായത്രിയമ്മ ഉപയോഗിച്ചതാണ്. നിന്നെക്കാൾ സ്ഥാനമുണ്ട് ഗായത്രിയമ്മയ്ക്ക് ഈ വീട്ടില്. അതുകൊണ്ട് വേഗം തന്നെ ഇതൊക്കെ എടുത്തു വെച്ചേക്കാൻ ഗാർഗി പറയുമ്പോൾ ജാസ്മിൻ പറയുകയാണ്, എന്നെ കൊണ്ടൊന്നും പറ്റില്ല, നിന്നെ ഞാനുണ്ടല്ലോ എന്ന് പറഞ്ഞ് ഗാർഗി ജാസ്മിനെ നേരെ കൈയൊങ്ങുമ്പോൾ ജാസ്മിനെ വിളിച്ചുകൊണ്ട് ജിതിൻ അവിടെ നിന്ന് പോകുന്നു.
ദേവമ്മ ഉപയോഗിച്ച പാത്രങ്ങളല്ലേ ഇതെല്ലാം. ഇതൊക്കെ ഇങ്ങനെ കിടക്കുന്നത് കണ്ടിട്ട് എന്തോ ഒരു വിഷമം പോലെ. നമുക്കിതെല്ലാം കൂടി കഴുകി വെച്ചാലോ എന്ന് പാറു പറയുമ്പോൾ ഞാനും നിന്നെ സഹായിക്കാമെന്ന് ഗാർഗി പറയുന്നു. അങ്ങനെ അവര് പാത്രങ്ങളെല്ലാം കൂടി ഒരു പെട്ടിക്കകത്തേക്ക് പെറുക്കിയിടുമ്പോഴാണ് നേരത്തെ ജാസ്മിൻ വലിച്ചെറിഞ്ഞ പെട്ടി പാറു ശ്രദ്ധിക്കുന്നത്. തുടർന്ന് അത് കയ്യിൽ പിടിച്ച് കൗതുകത്തോടെ അതിലേക്ക് നോക്കുകയാണ് പാറു. പിന്നീട് കാണിക്കുന്നത് പാറുവിന്റെ വീടാണ്. പല്ലവി ആവശ്യപ്പെട്ടതനുസരിച്ച് സുരഭിയുടെ ചേട്ടൻ വിപിന്റെ ഫോട്ടോ പ്രിന്റ് എടുത്തുകൊണ്ടുവന്ന് കൊടുക്കുകയാണ്. തുടർന്ന് അംബിക ചോദിക്കുകയാണ്, അത് ആരുടെ ഫോട്ടോയാ? ആരുടെ ഫോട്ടോയും അല്ലെന്ന് പറഞ്ഞ് പല്ലവി മറച്ചു പിടിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരെല്ലാവരും വിപിന്റെ ഫോട്ടോ കാണുകയാണ്. നിനക്കെന്തിനാ വിപിന്റെ ഫോട്ടോ എന്ന് അംബിക ചോദിക്കുമ്പോൾ അത് പിന്നെ ഉത്സവത്തിന് ഫ്ലെക്സും ബാനറും ഒക്കെ വെക്കില്ലേ, അതിനു വേണ്ടിയാണെന്ന് പറഞ്ഞുകൊണ്ട് പല്ലവി അകത്തേക്ക് പോകുന്നു. പിന്നീട് കാണിക്കുന്നത് വിശാലിന്റെ വീടാണ്. ഗോപിനാഥിന് മരുന്നുകൾ കൊടുക്കുകയാണ് പ്രഭാവതി. തുടർന്ന് പ്രഭാവതി പറയുകയാണ്, പുറത്തുനിന്ന് നോക്കുന്നവരുടെ വിചാരം പ്രഭാവതിയേക്കാൾ ഭാഗ്യമുള്ള ഒരാള് ഈ ലോകത്തിലേ ഇല്ലെന്നാണ്. പക്ഷേ എൻ്റെ മനസ്സിലെ തീയാണ്, അത് അവർക്കറിയില്ലല്ലോ. എൻ്റെ മകൻ ഗോപിയേട്ടൻ്റെ മകൻ എന്നുള്ള വേർതിരിവൊന്നും ഞാൻ ഇതുവരെ കാണിച്ചിട്ടില്ല, ഇനിയോട്ട് കാണിക്കത്തുമില്ല. ഗോപിയേട്ട, വിനയും വിപിനും വിശാലും എല്ലാവരും എൻ്റെ മക്കൾ തന്നെയാണ്. എല്ലാ അമ്മമാരെ പോലെ എനിക്കും ആഗ്രഹമുണ്ട് മക്കളെല്ലാം ഒരുമിച്ച് കൂടെ താമസിപ്പിക്കുവാനും കൊച്ചുമക്കളെ കാണാനുമൊക്കെ. പക്ഷേ വിനയ്ക്ക് ഇതുവരെ ഒരു കുഞ്ഞുണ്ടായിട്ടില്ല. വിശാലിൻ്റെ കാര്യമോ ഇങ്ങനെയും. വേറെ ഒരു വിവാഹം കഴിച്ചെന്ന് കരുതി അവളെ കൊണ്ട് അവനോ അവനെ കൊണ്ട് അവൾക്കോ ഒരു ഗുണവുമില്ല. ഇങ്ങനെ സ്വത്തുണ്ടാക്കിയാൽ മാത്രം പോരല്ലോ ഗോപിയേട്ടാ, അതനുഭവിക്കാൻ കൂടി ആളുകൾ വേണ്ടേയെന്ന് പ്രഭാവതി ചോദിക്കുമ്പോൾ ഒന്നും മിണ്ടാതെ ദേഷ്യത്തോടെ നോക്കുകയാണ് ഗോപിനാഥൻ. ഇതോടുകൂടി ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ തീരുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ മറക്കാതെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. കൂടുതൽ സീരിയൽ അപ്ഡേറ്റ്സിനായി മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക നയൻസ് ക്രിയേഷൻസ്.